പാലക്കോട് കുന്നരു പുന്നക്കടവ് റോഡിലെ കുഴികളിൽ മെറ്റലിട്ട് തടിയൂരി PWD. മെറ്റലുകൾ ചിതറിത്തെറിച്ച് ആളുകൾക്ക് പരിക്കേൽക്കുന്നുവെന്നും വാഹനാപകടത്തിന് കാരണമാകുന്നുവെന്നും നാട്ടുകാർ. 4 വർഷം മുൻപ് തീരദേശ ഹൈവേയുടെ ഭാഗമായി സർവേ നടന്ന പാലക്കോട് കുന്നരു പുന്നക്കടവ് റോഡിൽ അറ്റകുറ്റപ്പണികൾ പോലും നടത്താൻ കഴിയാത്തതിനെക്കുറിച്ച് നെറ്റ്വർക്ക് വാർത്തകൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പാലക്കോട് ഹാർബറിലേക്കടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ അവസ്ഥ അനുദിനം വഷളായി വരികയാണ്. ഈ സാഹചര്യത്തിലാണ് കൂനിന്മേൽ കുരു പോലെ പൊതുമരാമത്ത് വകുപ്പിന്റെ കുഴിയടക്കൽ പ്രക്രിയ നടന്നത്. പ്രദേശത്തെ ഒരു ക്ഷേത്രത്തിലെ കാഴ്ചവരവിനോടനുബന്ധിച്ച് ചില കുഴികളിൽ മെറ്റലിടുകയായിരുന്നു. വാഹനങ്ങൾ പോകുമ്പോൾ ഈ മെറ്റൽ ചിതറിത്തെറിക്കുന്നതാണ് പുതിയ പ്രശ്നം. PWD മെയിൻ്റനൻസ് വിഭാഗം അറ്റകുറ്റപ്പണി എന്നുള്ള പേരിൽ ജില്ലി കുഴിയിൽ കൊണ്ടു നിറച്ച് കാൽനട യാത്രക്ക് പോലും ദുരിതമാവുകയും അതുപോലെ തന്നെ ചെറുവാഹനങ്ങൾ ഉൾപ്പെടെ വളരെയേറെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. വലിയ വാഹനം കടന്നു പോകുമ്പോൾ അതുവഴി കടന്നുപോയ കാൽനട യാത്രക്കാർക്ക് ഇതിൽ നിന്ന് ജില്ലി തെറിച്ച് കാലിന് പരിക്കേൽക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം. പാലക്കോട് കുന്നരു പുന്നക്കടവ് റോഡാണിത്. വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടക്കുന്നില്ല, ഇതിലൂടെ യാത്ര സുഗമമായി നടക്കുന്നില്ല എന്ന വലിയ പരാതിയാണ് ഈ നാട്ടുകാർക്കുള്ളത്. തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് പയ്യന്നൂർ PWD എത്തുകയും ഇവിടെ കുഴികളിൽ ജില്ലി നിറക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു സാഹചര്യം മാത്രമാണ് വർഷങ്ങളായി ഇവിടെ ഒരു അറ്റകുറ്റപ്പണി എന്ന രീതിയിൽ നടന്നത്. തീരദേശ ഹൈവേയുടെ അക്വിസിഷൻ വർക്കുകൾ നടക്കുന്നതുകൊണ്ടാണ് അറ്റകുറ്റപ്പണികൾ നടക്കാത്തത് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. വലിയ യാത്രാ ദുരിതം തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇതിലൂടെ യാത്ര ചെയ്യുന്നവരുടെ നേരിൽ ഈ കരിങ്കൽ ചീളുകൾ വന്ന് പതിക്കുന്ന സംഭവമൊക്കെയും ഉണ്ടായിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പൈത്തൻ കണ്ടോത്തിനൊപ്പം KN വർഷ.